ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഇനി മുതൽ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. ഒഫീഷ്യലായിട്ട് തന്നെ +1 ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ട്വിസ്റ്റോട് കൂടിയുള്ള ടൈം ടേബിളും കൂടിയാണിത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മക്കളെ, നിങ്ങളുടെ ഈ ഒരു എക്സാമിന്റെ കേസിൽ കൃത്യമായിട്ട് ഈ പുറത്തിറങ്ങിയ സർക്കുലറിൽ പറയുന്നുണ്ട്, സെൻട്രലൈസ്ഡ് എക്സാം ആയിരിക്കും കേരളത്തിൽ മുഴുവൻ സ്കൂളുകളിലും. അതായത് ഓണപ്പരീക്ഷ നടത്തുന്ന സമയത്ത് നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ, ഇത് മാറി കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ഒരേ ദിവസം ഒരേ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഒരേ സമയത്തായിരിക്കും എക്സാം നടക്കുന്നത്. സോ ഒറ്റ ചോദ്യ പേപ്പർ തന്നെ ആയിരിക്കും കേരളത്തിൽ മൊത്തം. അപ്പോൾ അക്കാര്യത്തിൽ ഉറപ്പുണ്ടായിട്ടുണ്ട്. സോ എക്സാം എളുപ്പമാവോ ടഫാവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം അവർ പ്രിപ്പയർ ചെയ്തത് ഒരു സെൻട്രലൈസ്ഡ് ഒരു ബോർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഫോം ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ടൈം ടേബിളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. നിങ്ങൾ +2 ടൈം ടേബിൾ ആദ്യം നോക്കുക. +2 ടൈം ടേബിളിൽ ആദ്യം ഫിസിക്സ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന രീതിയിൽ ടഫ് കൂടിയ സബ്ജക്റ്റ് ആദ്യവും പിന്നീട് ടഫ് കുറയുന്ന സബ്ജക്ട്സ് താഴോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ടഫ് സബ്ജക്ട്സ് കഴിയുമായിരുന്നു. അപ്പോൾ അവർക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ കേസിൽ നേരെ തിരിച്ചാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങുന്നത് തന്നെ സെക്കൻഡ് ലാംഗ്വേജിലാണ്. 9-ാം തീയതി മൺഡേ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതായത് ഹിന്ദി, സംസ്കൃത്, അറബി, മലയാളം, ഉറുദു പോലെയുള്ള നിങ്ങൾ ചൂസ് ചെയ്ത സെക്കൻഡ് ലാംഗ്വേജ്. പിന്നീട് ഗ്യാപ്പുകളൊന്നുമില്ലാതെ പാർട്ട് 1 ഇംഗ്ലീഷ് 10-ാം തീയതിയും 11-ാം തീയതി കെമിസ്ട്രിയും വരുന്നുണ്ട്. പിന്നീട് ഒരു ഗ്യാപ്പില്ലാതെ 12-ാം തീയതി മാത്സും വരുന്നുണ്ട്. സോ 4 എക്സാം ഗ്യാപ്പില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്ട്രെസ് ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. ഇത് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗ്യാപ്പ് നോക്കിക്കേ. 12-ാം തീയതി കഴിഞ്ഞാൽ 13, 14, 15, 16 എക്സാമുകളില്ല. 17-ാം തീയതി കമ്പ്യൂട്ടർ സയൻസാണ്. ബയോളജി കുട്ടികൾക്ക് ആ ദിവസം പോലും ഗ്യാപ്പാണ്. അപ്പോൾ അവർക്ക് 5 ദിവസം ഗ്യാപ്പും കിട്ടും. അത് കഴിഞ്ഞിട്ട് 18-ാം തീയതി ഫിസിക്സ് ആണ്. ലാസ്റ്റ് 19-ാം തീയതി ബയോളജിയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ 4 എക്സാമിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഈ മാത്സിന് മുമ്പെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു. സോ +2 കുട്ടികൾക്ക് ആദ്യം നല്ല സ്ട്രെസ് ഉണ്ടാകും, പിന്നെ സ്ട്രെസ് കുറയുകയും. നിങ്ങളുടെ കേസിൽ സ്ട്രെസ് പതുക്കെ കൂടി വരുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണ് ഈ ടൈം ടേബിൾ ഉള്ളത്. സോ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ട്. സോ എന്തൊക്കെ തന്നെ ആയാലും ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം, ആദ്യമേ ഉറപ്പ് പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ വീഡിയോ ആയിട്ടും റെക്കോർഡഡ് ആയിട്ടും സ്റ്റഡി ചലഞ്ച് ആയിട്ടും വരും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.